സോ ഗൈസ്, അപ്പം നമുക്ക് കുറച്ച് അപ്കമിങ് മൂവീസ്, അതായത് ഇനി വരാൻ പോകുന്ന റിലീസസിനെ കുറിച്ച് നോക്കാം. പാൻ ഇന്ത്യൻ മൂവീസ് ഉണ്ട്, സീക്വൽ മൂവീസ് ഉണ്ട്, എല്ലാ ലാംഗ്വേജസിലും ഉണ്ട്. ഓൾ ഓവർ ഇന്ത്യ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. ഇനി റീസെൻ്റ് ആയിട്ട് വരാൻ പോകുന്ന അറിയാലോ, നമ്മുടെ ധനുഷിൻ്റെ 50th മൂവിയാണ്. പുള്ളി തന്നെയാണ് ഡയറക്ഷനും ഹീറോയും പ്രൊട്ടഗണിസ്റ്റും ഒക്കെ ആയിട്ട് വരുന്നത്. പിന്നെ SJ സൂര്യാണ് വില്ലൻ. റിലീസ് ചെയ്യുന്നത് 26 ജൂലൈ. ബഡ്ജറ്റ് വന്നിട്ട് 150 crore ആണ്. സോ ഐ തിങ്ക് അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. ഇവർ തമ്മിലുള്ള റൈവലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ അറിയാലോ, എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കാണ്, വേറെ ലെവൽ. അതിൻ്റെ ലാസ്റ്റ് ഒരു പോർഷൻ ഉണ്ട് ട്രെയിലറിൻ്റെ, അതിലൊരു ചെറിയൊരു ഹമ്മിങ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അവർ. അയ്യോ കിളി സാധനം. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതൊരു മ്യൂസിക്കൽ ട്രീറ്റെങ്കിലും ആവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ധനുഷിൻ്റെ 50th മൂവിക്കല്ലേ, അപ്പോൾ ഒത്തിരി സ്പെഷ്യൽ ആയിരിക്കും എന്ന് വിചാരിക്കണം. അവിടെ ഓഗസ്റ്റ് 15 നമ്മുടെ ചിയാൻ വിക്രം അഭിനയിച്ച തങ്കലാൻ റിലീസ് ചെയ്യുന്ന അതിൻ്റെ ട്രെയിലർ ഉണ്ടായിരുന്നു. അത്യാവശ്യം പ്രോമിസിങ് ആണ്. നമുക്കറിയാലോ, പാരൻസ് ഡയറക്ഷൻ. പുള്ളിക്കാരൻ അങ്ങനെ കോംപ്രമൈസ് ചെയ്യണ ഒരാളല്ല. അത്യാവശ്യം സെറ്റിൽ നമ്മളിപ്പോൾ വിചാരിച്ച ഷോട്ട് കിട്ടിയില്ലെങ്കിൽ എത്ര റീടേക്ക് പോയിട്ടാണെങ്കിലും പെർഫെക്ഷൻ കിട്ടിയിട്ടേ പുള്ളി അടങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സിനിമ എപ്പിക്കാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ബഡ്ജറ്റും ഒരു 100-150 കോടിൻ്റെ അടുത്താണ്. അപ്പോൾ ഫൈൻ, അതും ഒരു നല്ലൊരു മൂവിയായിട്ട് വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ 3rd ഓഗസ്റ്റിന് നമ്മുടെ അൽതാഫ് സലീം ഡയറക്റ്റ് ചെയ്ത ഓടും കുതിര ചാടും കുതിര, ഫഹദ് ഫാസിലൊക്കെ ലീഡ് റോളിൽ വരുന്ന ഒരു പടമാണ്. അപ്പോൾ അതും റിലീസ് ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ഗോണ ബി എ കോമഡി ജോണർ മൂവി. അപ്പോൾ അത്യാവശ്യം ചിരിക്കാനുള്ളൊക്കെ ഒരു സംഭവം. ഞാൻ ഇന്നാൾ മന്ദാകിനി കണ്ടിട്ടുണ്ടായിരുന്നു. അയ്യോ, അതൊരു നല്ല ഫീൽ ഗുഡ് സിനിമയായിരുന്നു. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, അവിടെ ഒക്കെ വർക്കായിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ സത്യം പറഞ്ഞാൽ OTTയിൽ കാണാനായിരുന്നു. ലൈക്ക് എനിക്ക് ആ ഒരു പടം OTT സ്റ്റഫ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം തിയേറ്ററിക്കൽ എലമെൻറ്റ്സ് കാര്യമായിട്ടില്ല ഇത്. പിന്നെ ഓഫ് കോഴ്സ് അതൊക്കെ ഓരോരുത്തർക്ക് എൻ്റെ ചോയ്സ് ആണ്. എനിക്കത് OTTയിൽ കണ്ടപ്പോൾ വർക്കായി, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവിടെ കാർത്തി അഭിനയിച്ച സർദാറിൻ്റെ സീക്വൽ സർദാർ 2 ജൂലൈ 15 അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 5 നമ്മുടെ വിജയ് അഭിനയിച്ച ഗോട്ട്, വെങ്കട് പ്രഭു ഡയറക്റ്റ് ചെയ്ത മൂവി ഉണ്ട്, അറിയാലോ. അതൊരു സൈഫൈ ത്രില്ലറാണെന്നാണ് എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന്റെ റൈറ്റർ ഗംഗയമനൻ പറഞ്ഞത് ഒരു ഫാമിലി സബ്ജക്റ്റ് ആണെന്ന്. குடும்பப்படம் அது எல்லாம் ஆக்ஷன் நினைக்கிறீங்க நீங்க, இது ஒரு குடும்ப படம். എന്തായാലും നമുക്കറിയാം, ലൈക്ക് വെങ്കട് പ്രഭു ഒരു ഹിറ്റ് ആൻഡ് മിസ് ഡയറക്ടറാണ്. അത്യാവശ്യം പ്രോമിസിങ് ആണ്. പക്ഷെ എനിക്ക് ചില സമയത്ത് പുള്ളിയുടെ ഡയറക്ഷൻ ലൈക്ക് ഒരു ഓവർ ദ ടോപ്പ് എലമെന്റ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ റിഫൈൻ ചെയ്തിട്ടൊരു നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്ത് ഡയറക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. വാട്ടെവർ, സെപ്റ്റംബർ 5 അറിയാം. അത് 300 crore ബഡ്ജറ്റിലുള്ള മൂവിയാണ്. സോ ഗണ ബി ഹ്യൂജ് വാട്ടെവർ, അറിയില്ല. അതിൽ കുറേ ഡി-ഏജിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അറിഞ്ഞായിരുന്നു. നമ്മുടെ ആ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ഹോപ്പിംഗ് ടു സീ ഓൺ ദ ബിഗ് സ്ക്രീൻ. പിന്നെ 27th സെപ്റ്റംബറിൽ നമ്മുടെ ശിവകാർത്തികേയൻ ലീഡ് റോളിൽ വരുന്ന അമരൻ എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാജ്കുമാർ പെരിസ്വാമിയാണ്. പുള്ളിക്കാരൻ്റെ എനിക്ക് വലുതായിട്ട് പിടിയില്ല, എങ്കിലും ഒരു ബയോപിക്കാണ്, ഒരു സോൾജറിൻ്റെ ബയോപിക്കാണ്. അത്യാവശ്യം ട്രെയിലറൊക്കെ കുറച്ച് പ്രോമിസിങ് ആയിട്ടാണ്. നമ്മുടെ ക്യാപ്റ്റൻ മില്ലർ പോലെ നല്ല കട്ട്സ് ഒക്കെ ഉള്ള ഒരു ട്രെയിലറായിരുന്നു. ഹോപ്പിംഗ് ടു സീ. അതിലെന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ഒക്കെ പറയണ്ടായിരുന്നു. അവരിങ്ങനെ തെറി പറഞ്ഞ് അതിൽ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത്, അതായത് ഒരു ബയോപിക്കിൽ നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, അതെന്തോ എൻ്റെ ആവശ്യത്തിന് ചെയ്യണമെങ്കിൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വാട്ട് യു ഗൈസ് തിങ്ക്?